താങ്കളുടെ ഈ പ്രസംഗത്തിനെതിരെ ഏറ്റവും കൂടുതൽ രംഗത്ത് വന്നത് ജോൺ ബ്രിട്ടാസാണ്, രാജ്യസഭയിലെ ഇടതുപക്ഷ MP. അദ്ദേഹം പറഞ്ഞത് RSകാർ അല്ലെങ്കിൽ BJPക്കാർ മാത്രമല്ല, നിരവധി ആളുകൾ വടക്കൻ കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിൽ CPMക്കാർ കൊല്ലപ്പെട്ടവരിലുണ്ട്. അവരുടെ വിഷയം കൂടി ദേശീയ ശ്രദ്ധയിലെത്തിക്കണം, ഇത് മാത്രം പോരാ എന്നാണ്. അങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്തത് അദ്ദേഹം. ശ്രീ രഞ്ജിത്ത്, രണ്ട് സൈഡിലുമല്ല, എല്ലാ വശങ്ങളിലേക്കും നോക്കൂ. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. CPIM എന്ന രാഷ്ട്രീയ കക്ഷി കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതിന് കാലം സാക്ഷിയാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായും ആക്രമണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടവർ. എല്ലാ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകളെയും അവർ ആക്രമിച്ചിട്ടുണ്ട്. അവർക്ക് ഹിതകരമല്ലാത്ത, അവർക്ക് ഇഷ്ടപ്പെടാത്ത ആശയങ്ങൾ പറയുന്നവരെ, അങ്ങനെ പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെയെങ്കിലും ഒക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് ആക്രമിക്കുക എന്നൊരു സ്വഭാവം അവർക്കുണ്ട്. കോൺഗ്രസ്സുകാരെ ആക്രമിച്ചിട്ടുണ്ട്, ലീഗുകാരെ ആക്രമിച്ചിട്ടുണ്ട്, CPIയുടെ പോലും. നിങ്ങൾ കണ്ണൂരിൽ വരൂ. കണ്ണൂരിൽ മുഴക്കുന്ന് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ദാമോദരൻ എന്നു പേരുള്ള ഒരു CPI പ്രവർത്തകനെ പരസ്യമായി വെട്ടിക്കൊന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ആ പ്രദേശത്ത്, മുഴക്കുന്ന് എന്ന പ്രദേശത്ത് നിന്ന് CPIയുടെ ഒരു പ്രോമിസിംഗ് ഫിഗർ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു CPIയുടെ കേഡറായിരുന്നു ഈ ദാമോദരൻ, കൊല്ലപ്പെട്ട ആള്. അദ്ദേഹത്തെ കൊന്നൊടുക്കി. CPI എന്ന് പറഞ്ഞാൽ CPIയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാമല്ലോ. ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്, ഒരേ ആശയത്തിന്റെ വക്താക്കളാണ്, ഒരേ കൊടി പേറുന്നവരാണ്. എന്നിട്ട് പോലും CPIക്ക് പോലും രക്ഷയുണ്ടായില്ല. പാർട്ടിയുടെ നയങ്ങളിൽ പ്രതിഷേധിച്ച് മറ്റ് പാർട്ടിയുടെ നയങ്ങളോ കൊടിയോ ഉപേക്ഷിക്കാതെ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ചതിന്റെ പേരിലാണ് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത്. അതിന്റെ പേരിലാണ് MV രാഘവൻ ആക്രമിക്കപ്പെട്ടത്. MV രാഘവൻ വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, നോക്കൂ, കണ്ണൂർ ജില്ലയിലെ സ്നേക് പാർക്ക് എന്ന് പറയുന്ന ഒരു വലിയൊരു ജീവി സങ്കേതമുണ്ട്. ആ സങ്കേതത്തിൽ നടത്തിയ ആക്രമ പേക്കൂത്തുകൾ നമ്മൾ കണ്ടതാണ്. വീട്ടമ്മമാരെ, സാഹിത്യകാരന്മാരെ, മാധ്യമ പ്രവർത്തകരെ ഒക്കെ ഇവർ ആക്രമിച്ചിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറയുന്ന എല്ലാവരെയും അവർ ആക്രമിക്കുന്നു. എത്ര ക്രൂരമായിട്ടാണ് ജയകൃഷ്ണ മാഷെ കൊലപ്പെടുത്തിയത്, ക്ലാസ് മുറിയിൽ വെച്ച്, കുട്ടിയുടെ മുന്നിൽ വെച്ച്. അപ്പൊ ഈ നിലയ്ക്കുള്ള നടപടികൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സ്വാഭാവികമായും ചിലപ്പോഴൊക്കെ പ്രതിരോധങ്ങൾ ഉണ്ടാവുന്നു എല്ലാ ഭാഗത്തു നിന്നും. ആ പ്രതിരോധത്തിന്റെ ഫലമായിട്ട് CPMനും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും നിഷേധിക്കുന്നില്ല. ആ നഷ്ടങ്ങൾ ഇനി ആവർത്തിക്കരുത്. പരസ്പരം ഇതുപോലെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആയുധങ്ങൾ എടുത്ത് നോക്കൂ. താങ്കളുടെ ശ്രദ്ധയിൽ ഒരു കാര്യം കൂടെ ഞാൻ പെടുത്താം. എന്റെ കേസിൽ അന്തിമ വിധി പറഞ്ഞ ഹൈക്കോർട്ടിലെ ബഹുമാന്യായ ജഡ്ജി പറഞ്ഞത്, രാഷ്ട്രീയം തെരുവിൽ ആയുധം ഉപയോഗിച്ചല്ല പരസ്പരം വ്യവഹരിക്കേണ്ടത്, മറിച്ച് ആശയങ്ങൾ തമ്മിലാണ് പോരാടേണ്ടത്. ആയുധം താഴെ വെക്കണം. ആയുധം താഴെ വെക്കാനുള്ള ഒരു സൂചകം എന്ന കൂടിയായിട്ടാണ് എന്റെ കേസിൽ CPIMന്റെ പ്രതികളായിട്ടുള്ള 8 പേരെ ശിക്ഷിച്ചത്. ആ ശിക്ഷക്കെതിരെ അവർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ ശ്രമിച്ചെങ്കിലും സുപ്രീം കോടതി അപ്പീൽ പോലും സ്വീകരിക്കാതെ ഇന്ന് ആ പ്രതികൾ ജയിലിൽ കഴിയുകയാണ്. അപ്പൊ ആ നിലയ്ക്കുള്ള സാഹചര്യം CPIM ആയിട്ടുണ്ടാക്കുകയാണ്. ഇനി ജോൺ ബ്രിട്ടാസ് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും ശരി, അക്രമ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാർ, വക്താക്കൾ എല്ലാം CPIM ആണ്. അവരുടെ പ്രവൃത്തിയുടെ പ്രതിപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു, അവർക്കും നഷ്ടം സംഭവിക്കുന്നു. ഇത് ദൗർഭാഗ്യകരമാണ്, യാതൊരു തർക്കവുമില്ല. ഇതൊരിക്കലും സംഭവിക്കരുത്, ഈ രണ്ടും സംഭവിക്കരുത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.